ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മേക്ക് ആൻഡ് ഹാവ് ഫൺ വിത്ത് ഐഷു. ഞാൻ വന്നിരിക്കുന്ന ഒരു സിമ്പിളായിട്ടുള്ള വിഷു സ്പെഷ്യൽ മാമ്പഴ പുളിശ്ശേരി ആയിട്ടാണ്. അടുപ്പിൽ തയ്യാറാക്കിയ നല്ല സ്വാദിഷ്ടമായ വിഷു സദ്യക്ക് വിളമ്പാൻ പറ്റുന്ന ഒരു സിമ്പിൾ മാമ്പഴ പുളിശ്ശേരി റെസിപ്പി ആയിട്ടാണ്. ഇന്ന് ഞാൻ യൂസ് ചെയ്തേക്കുന്നത് ചന്ദ്രക്കാടൻ മാങ്ങയാണ്. ഐ തിങ്ക് എവറി വൺ ലൈക്ക് ടു eat that മാമ്പഴ പുളിശ്ശേരി. വെൽക്കം ടു മൈ ചാനൽ ആൻഡ് ലെറ്റ്സ് ഗോ ടു മേക്ക് ദാറ്റ് മാമ്പഴ പുളിശ്ശേരി. കം ഓൺ. വിറകടുപ്പിൽ വെച്ച് തയ്യാറാക്കുന്ന ഈസി മാങ്ങാക്കറിയാണിത്. ആദ്യം കൽച്ചട്ടിയിൽ ചൂടാക്കുക. കൽച്ചട്ടി നല്ലോണം ചൂടായതിനു ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. പിന്നെ കറിവേപ്പില, പച്ചമുളക് എന്നിവ അതിലേക്ക് ചേർക്കുക. നല്ലവണ്ണം ഇളക്കി യോജിപ്പിക്കുക. ഒന്ന് വാടിയ ശേഷം 6-7 മാങ്ങയാണ് ഞാൻ ചേർക്കുന്നത്. പഴുത്ത ചന്ദ്രക്കാടൻ മാങ്ങ കറിവേപ്പിലയോട് കൂടി ഞാൻ അതിലേക്ക് ചേർത്ത് നല്ലോണം വഴറ്റിയ ശേഷം ഞാൻ അതിൻ്റെ സൈഡിൽ തേങ്ങ, തൈര്, ജീരകം, ചെറിയുള്ളി, 8 ചെറിയുള്ളി എന്നിവ അരച്ച് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് തീ കുറച്ചതിന് ശേഷം ചേർക്കണം. വിറകടുപ്പിൽ നമ്മൾ തീ ബാലൻസ് ചെയ്യാൻ നല്ലോണം അറിയാമെങ്കിൽ മാത്രമാണ് വിറകടുപ്പിൽ നമുക്ക് ഈ കറി വെക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. നല്ലോണം മാങ്ങ വഴഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ അരച്ച് വെച്ച മിശ്രിതം ഇതിലേക്ക് ഒഴിക്കുകയാണ്. നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ അരച്ചെടുത്തതാണ്. തൈര് കൂടി ഇതിൽ തന്നെ ചേർത്തിട്ടുണ്ട്. അതാണ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി ഇത് നല്ലവണ്ണം ഇളക്കി യോജിപ്പിക്കുക. ഇപ്പോൾ തിള വരുന്നുണ്ട്. ഇങ്ങനെ തിള വരാൻ പാടില്ല. അപ്പോൾ നമ്മൾ തീ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും മുളക് പൊടി എന്നിവയും ചേർത്തതിന് ശേഷം അരച്ച പാത്രത്തിൽ തന്നെ അല്പം കൂടി വെള്ളം മിക്സ് ചെയ്ത് നമ്മൾ അതിലേക്ക് ഒഴിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കറി ഏകദേശം ആ മഞ്ഞ കളർ, ഇത്രയും മഞ്ഞ കളറാണ് നമ്മുടെ കറിക്ക് വരിക. ചിലപ്പോൾ ക്യാമറയിൽ കാണുന്നതുകൊണ്ട് കുറച്ചുകൂടി മഞ്ഞ കളർ ഉണ്ട്, ഇത് കാണാനായിട്ട് സാധിക്കത്തില്ല. അത് കഴിഞ്ഞ് ഉപ്പ് ആവശ്യത്തിന് ചേർക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്തതിന് ശേഷം ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. ഞാൻ ചേർത്തത് 2 ടേബിൾ സ്പൂൺ ഉപ്പാണ്. ഇതിന് ശേഷം കറി തിളയ്ക്കുന്നതിന് മുമ്പ് തന്നെ ഇറക്കി വെക്കണം. മറ്റൊരു പാത്രത്തിൽ വെളിച്ചെണ്ണ ചൂടാക്കി 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കി അതിലേക്ക് ഒരു നുള്ള് ഉലുവ ഇട്ട് പൊട്ടിക്കുക. ആ ഉലുവ പൊട്ടി വരുന്നതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് അടുത്ത സാധനം നമ്മൾ മിക്സ് ചെയ്യുള്ളൂ. അപ്പോൾ ഇത് നല്ലോണം, ഇപ്പോൾ അതിൻ്റെ ഉലുവ പൊട്ടി വരുന്നുണ്ട്. അതിലേക്ക് ഞാൻ ചേർക്കാൻ പോകുന്നത് 1 ടീസ്പൂൺ കടുകാണ്. അതിന് ശേഷം മുളക്, ഉണങ്ങിയ മുളകാണ് 3 എണ്ണം ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഈ വറ്റൽമുളകിന് ഒന്ന് മൂത്ത് വരുന്ന കഴിയുമ്പോഴാണ് ഞാൻ അടുത്ത സ്റ്റെപ്പായിട്ടുള്ള മെയിൻ ഘടകം, ടേസ്റ്റ് കൂട്ടുന്ന മെയിൻ ഘടകമായിട്ടുള്ള കറിവേപ്പില ഇതിലേക്ക് ചേർക്കുന്നത്. കറിവേപ്പില ഇട്ട് അല്പം മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്തിട്ട് ഇതിലേക്ക് വറുത്തിടുകയാണ്. ഇത് നല്ലൊരു ടേസ്റ്റാണ് നമ്മുടെ മാമ്പഴ പുളിശ്ശേരിക്ക് നൽകുന്നത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ വറുത്ത് ഇടുന്നത്. ഇപ്പോൾ ഇതാണ് നമ്മുടെ മാമ്പഴ പുളിശ്ശേരിയുടെ ഫൈനൽ ലുക്ക്. നല്ല ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആൻഡ് നല്ല മധുരമുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് മധുരം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി മധുരം ഇതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അതായത് പഞ്ചസാര കുറച്ചുകൂടി നമുക്ക് ഇതിലേക്ക് ഇടാവുന്നതാണ്. പഴുത്ത മാങ്ങ പഴുപ്പ് കുറഞ്ഞതാണെങ്കിൽ. ഞാനൊരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. അതും ഞാൻ മിക്സ് ചെയ്തതിന് ശേഷം ഇതാണ് നമ്മുടെ ഫൈനലായിട്ടുള്ള മാമ്പഴ പുളിശ്ശേരി.